ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെയധികം പഠനാർഹമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം പശ്ചിമേഷ്യൻ യുദ്ധത്തെക്കുറിച്ചും അഥവാ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചും ഹോർമോസ് കടലിടുക്കിനെ കുറിച്ചുമൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. എന്നാൽ ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച്, യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ച്, വീറ്റോ പവറിനെ കുറിച്ചൊന്നും അധികവും വീഡിയോ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് വീറ്റോ പവർ, വീറ്റോ പവറുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് വീറ്റോ പവർ ഉപയോഗിക്കുന്നത്, യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ചും അഥവാ ഐക്യരാഷ്ട്രസഭ അതിൽ അംഗത്വമുള്ള 15 രാഷ്ട്രങ്ങൾ ഏതൊക്കെ എന്നതും വീറ്റോ പവറുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഐക്യരാഷ്ട്രസഭയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 15 രാഷ്ട്രങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ 10 രാഷ്ട്രങ്ങള് E10 എന്ന് പറയും. E10 എന്ന് പറഞ്ഞാൽ എലക്ടഡ്, അതായത് താൽക്കാലികമായിട്ട് അംഗത്വം കിട്ടുന്ന രാഷ്ട്രങ്ങളാണ് 10 രാഷ്ട്രങ്ങൾ. അത് 2 വർഷത്തേക്കാണ് അതിന്റെ കാലാവധിയുള്ളത്. എന്നാൽ പല തവണയായിട്ട് പലരും ഇതുപോലെ 2 വർഷത്തേക്ക് കയറി ഇറങ്ങിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ. അതിൽ ഇന്ത്യ ഉണ്ട്. ഇന്ത്യ ഏകദേശം 1950-51 കാലഘട്ടത്തിൽ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടിയിട്ടുണ്ട്. അതിനുശേഷം 68-ലും 73-ലും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു 8 തവണ ഇന്ത്യക്ക് അംഗത്വം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും കുവൈത്ത്, UAE 2022-23 കാലഘട്ടത്തിൽ UAEക്ക് അംഗത്വം കിട്ടിയിട്ടുണ്ട്. കുവൈത്തിന് 2018-2019 കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. സൗദി അറേബ്യക്ക് 2013-ലോ മറ്റോ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അംഗത്വം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോട്ടെടുപ്പിലൂടെ തന്നെ കിട്ടുന്നതാണ് അംഗത്വം. ഈ 15 രാഷ്ട്രങ്ങൾക്കിടയിൽ നടക്കുന്ന വോട്ടെടുപ്പാണ്. ഈ 15 രാഷ്ട്രങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 രാഷ്ട്രങ്ങൾ P5-ഉം അതായത് പെർമനന്റ് 5-ഉം 10 രാഷ്ട്രങ്ങള് E10 എന്ന് പറയുമ്പോൾ ടെമ്പററിയാണ്. ടെമ്പററി എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്ക് അത് എലക്റ്റഡ് ആയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 രാഷ്ട്രങ്ങൾക്ക് പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും, അതായത് റെസൊല്യൂഷൻ അവതരിപ്പിക്കാം. ഈ 15 രാഷ്ട്രങ്ങൾക്കും ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു രാഷ്ട്രത്തെ കുറിച്ചുള്ള ഒരു റെസൊല്യൂഷൻ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട്, യുദ്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ പറ്റും. പക്ഷെ ഈ പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ 15 രാഷ്ട്രങ്ങളിൽ 9 രാഷ്ട്രങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ വോട്ടെടുപ്പോട് കൂടിയിട്ട് പാസ്സാവേണ്ടതുണ്ട്. അത്തരത്തിലൊരു പ്രമേയം കൊണ്ടുവന്ന് 9 രാഷ്ട്രങ്ങളുടെ ഭൂരിപക്ഷ വോട്ട് കിട്ടിയാൽ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രം, അതായത് P5-ൽപ്പെട്ട ഏതെങ്കിലും ഒരു രാഷ്ട്രം, വീറ്റോ പവറുള്ള P5, അതായത് ആദ്യത്തെ 10 രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ P5-ൽ പെടാത്തതാണ്, അതായത് വീറ്റോ പവർ ഇല്ലാത്ത രാഷ്ട്രങ്ങളാണ്. അത് ഏതൊക്കെയെന്ന് നോക്കിയാൽ അൾജീരിയ ഉണ്ട്, അതുപോലെ തന്നെ ഗുയാന, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സൈറിയ ലിയോണ്, സ്ലോവേനിയ, ഡെൻമാർക്ക്, ഗ്രീസ്, പാകിസ്ഥാന്, പനാമ, സൊമാലിയ. ഈ 10 രാജ്യങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവർക്ക് വീറ്റോ പവറില്ല. വീറ്റോ പവറുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, 5 രാഷ്ട്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് US, രണ്ടാമത് യുണൈറ്റഡ് കിങ്ഡം അതായത് UK, മൂന്നാമത് ഫ്രാൻസ്, പിന്നെ റഷ്യ, പിന്നെ ചൈന. ഈ 5 രാഷ്ട്രങ്ങൾക്ക് മാത്രമാണ് വീറ്റോ പവർ ഉള്ളത്. അപ്പൊ എന്താണ് ഈ വീറ്റോ പവർ? വീറ്റോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തെ കുറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഒരു രാഷ്ട്രത്തിന് എതിരായിട്ടോ അനുകൂലമായിട്ടോ, ലോകരാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 15 രാഷ്ട്രങ്ങൾ മാത്രമല്ലല്ലോ, ലോകത്തിൽ 195 രാഷ്ട്രങ്ങൾ അംഗീകരിക്കപ്പെട്ടതിനുണ്ട്. 195 രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ 193 അംഗങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളാണ്. ആ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ P5-ലോ അല്ലെങ്കിൽ E10-ലോ പെടില്ല. താൽക്കാലിക അംഗത്തെ 2 വർഷത്തിൽ കിട്ടുന്നതിലോ അല്ലെങ്കിൽ വീറ്റോ പവറുള്ള 5 രാഷ്ട്രങ്ങളിലോ പെടാത്ത 193 രാഷ്ട്രങ്ങൾക്ക് അംഗത്തുണ്ട്. അത് ശരിക്കും യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ അംഗത്വം ഇല്ലാത്ത രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് തൈവാന്, അതുപോലെ തന്നെ ഫലസ്തീന്, അതേപോലെ വത്തിക്കാന്, ഇവർക്ക് ചില പ്രദേശങ്ങൾ, ചില രാജ്യങ്ങൾ ഇവർക്കൊന്നും അംഗത്വമില്ല.
അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വത്തിക്കാൻ, അത് വലിയൊരു വിഷയമാണ്. വത്തിക്കാൻ ഇറ്റലിയിലാണുള്ളത്. ഇറ്റലിയിൽ റോം നഗരത്തിലാണ് വത്തിക്കാൻ കിടക്കുന്നത്. 2 കിലോമീറ്റർ ഉള്ളൂ റോമിൽ നിന്ന് വത്തിക്കാനിലേക്ക്. അവിടുത്തെ ജനസംഖ്യ 800-700. അത് അവിടെ ഉള്ളവരൊന്നുമില്ല. റോമിൽ നിന്ന് ജോലിക്ക് വരുന്നവരും മാർപ്പാപ്പയുടെ സെക്യൂരിറ്റി ഗാർഡ്, സ്വിസ് ഗാർഡുകളും ഒക്കെയാണ്. അതിനെക്കുറിച്ച് ഇതിൽ ഞാൻ പ്രതിപാദിക്കില്ല. അത് മറ്റൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഒരു വിഷയം ഒരു 5-10 മിനിറ്റ് എടുക്കേണ്ടി വരും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ 193 രാഷ്ട്രങ്ങളുണ്ടെങ്കിലും ഇതിൽ P5-ഉം E10-ഉം, അതായത് 10 പെർമനന്റും 5 ടെമ്പററി രാജ്യങ്ങളുമാണ് ഈ ഐക്യരാഷ്ട്രസഭയിലുള്ളത്. ഇവർ ഒരു വീറ്റോ പവർ ഒരു വിഷയത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 15-ൽ 9 ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നിട്ട് അതിനെ ആർക്ക് വേണമെങ്കിലും, വീറ്റോ പവറുള്ള ഏത് രാഷ്ട്രത്തിന് വേണമെങ്കിലും, റഷ്യക്കോ ചൈനക്കോ അല്ലെങ്കിൽ US-നോ UK-ക്കോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അതിനെ, ഫ്രാൻസിനോ വീറ്റോ ചെയ്യാൻ പറ്റും. വീറ്റോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് 9 അംഗ വോട്ടെടുപ്പിൽ പാസ്സായിട്ടുള്ള ഒരു പ്രമേയത്തെ അവർക്ക് റദ്ദാക്കാൻ ഒരൊറ്റ രാഷ്ട്രം വിചാരിച്ചാൽ മതി. ഇവിടെ ചില അവകാശവാദങ്ങള് ഈ വീറ്റോ പവർ വേണം എന്നാവശ്യപ്പെടുന്ന ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. ഇതിലുള്ള താൽക്കാലിക രാഷ്ട്രങ്ങൾ തന്നെ വീറ്റോ പവർ കിട്ടണം, 5-ൽ വർദ്ധിപ്പിക്കണം, അമൈൻമെന്റ് വരുത്തണം, ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങൾക്ക് അമൈൻമെന്റ് വരുത്തിക്കൊണ്ട് ഞങ്ങളെയും വീറ്റോ പവറുള്ള രാഷ്ട്രമാക്കി മാറ്റണം എന്ന് നിലവിലുള്ള 10 രാഷ്ട്രങ്ങളിൽ പലരും ആവശ്യപ്പെടുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് G4 രാഷ്ട്രങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. ഈ G4 രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഞങ്ങൾക്കും വീറ്റോ പവർ നൽകണം, ഞങ്ങൾക്കും സ്ഥിരാംഗത്വം നൽകണം എന്ന് അവകാശപ്പെടുന്നത്. ഇന്ത്യ, ജപ്പാൻ, ജർമ്മനി, ബ്രസീൽ എന്നീ 4 രാഷ്ട്രങ്ങളാണ് G4 രാഷ്ട്രങ്ങൾ. അതുപോലെ തന്നെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധത്തെ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക കൊണ്ടുവന്ന റെസൊല്യൂഷൻ, അതിനെ റഷ്യ വീറ്റോ ചെയ്തു. ഇവരെല്ലാവരും P5-ൽപ്പെട്ട രാജ്യങ്ങളാണ്. അമേരിക്ക P5-ൽപ്പെട്ട രാജ്യമാണ്, റഷ്യ P5-ൽപ്പെട്ട രാജ്യമാണ്. പക്ഷെ റഷ്യ ഓൾറെഡി ആ യുദ്ധത്തിൽ ഒരു അംഗമായതുകൊണ്ട് തന്നെ റഷ്യ യുദ്ധത്തെ നിർത്താൻ കഴിയില്ല എന്നുള്ള ഒരൊറ്റ വീറ്റോ പവർ ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിച്ചതോടുകൂടിയിട്ട് ആ റെസൊല്യൂഷൻ റദ്ദാക്കപ്പെട്ടു. പിന്നെ ഇവിടെ മറ്റൊരു ചോദ്യം ഉള്ളത്, ഐക്യരാഷ്ട്രസഭയിൽ ഒരു വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് റെസൊല്യൂഷൻ റദ്ദാക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അത് അവർക്ക് വേണമെങ്കിൽ യുണൈറ്റഡ് നാഷണൽ ജനറൽ അസംബ്ലിയിൽ കൊണ്ടുവരാം. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചല്ലോ 193 രാഷ്ട്രങ്ങൾ ഇതിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളത്. അവരുടെ ഇടയിൽ ചർച്ചയ്ക്ക് വെക്കാം, ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ചർച്ചയ്ക്ക് വെക്കാം. ഏത് രാഷ്ട്രമാണോ വീറ്റോ പവർ ചെയ്ത് അത് റദ്ദ് ചെയ്തത് ആ രാഷ്ട്രത്തിനെതിരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉപരോധം പോലുള്ള നടപടികളോ അല്ലെങ്കിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ മറ്റു രാഷ്ട്രങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വരികയോ ഇത്രയൊക്കെ ചെയ്യാന്നല്ലാതെ ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ ചെയ്യപ്പെട്ട ഒരു റെസൊല്യൂഷൻ നടപ്പിലാക്കാൻ സാധ്യമേ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യത്തെയോ ഒരു പ്രശ്നത്തെ കുറിച്ചോ മറ്റു രാജ്യങ്ങൾ ചേർന്ന് അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കാനും പ്രമേയം അവതരിപ്പിക്കാനും, അതായത് റെസൊല്യൂഷൻ അവതരിപ്പിക്കാനും ഒക്കെ കഴിയും. പക്ഷെ അത് 15 അംഗങ്ങൾക്കിടയിൽ വോട്ടിനിട്ട് കഴിഞ്ഞാൽ 9 അംഗ ഭൂരിപക്ഷത്തിൽ പാസ്സായാലും 5 അംഗ രാഷ്ട്രങ്ങൾ, വീറ്റോ പവറുള്ള 5 അംഗ രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം വീറ്റോ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ റെസൊല്യൂഷൻ റദ്ദാക്കപ്പെടും. അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം വരണം എന്ന അഭിപ്രായത്തിലൂടെയാണ് ഇന്ത്യ, ജപ്പാൻ പോലൊക്കെയുള്ള രാജ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ G4 രാഷ്ട്രങ്ങളായി മാറി. അവർ ഇതിനു വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നതിൽ എളുപ്പമല്ല. കാരണം ഇന്ത്യയെല്ലാം സ്ഥിരാംഗത്വം കൊടുക്കണം എന്നുള്ളൊരു റെസൊല്യൂഷൻ പാസ്സായാൽ തന്നെ ചൈന പോലുള്ള അംഗങ്ങളൊക്കെ അതിനെ വീറ്റോ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ യുണൈറ്റഡ് നാഷൻസിന്റെ രൂപീകരണം, അതിനു മുന്നേയും രൂപീകരണം 1945-ലായിരുന്നു, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം. അതിനു മുന്നേയും 1920-ലാണ് ആദ്യമായിട്ട് ശരിക്കും ഐക്യരാഷ്ട്രസഭ എന്നൊരു സംഘടന രൂപീകരിക്കപ്പെട്ടത്. അതിന്റെ പേരന്ന് ലീഗ് ഓഫ് നാഷൻസ് ആയിരുന്നു. ഈ ലീഗ് ഓഫ് നേഷൻസ് എന്തിനാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയും ആളുകൾ കൊല്ലപ്പെടുകയും, എന്ന് വെച്ചാൽ ഏകദേശം 1914 മുതൽ 1918 വരെയുള്ള 4 വർഷം അതിൽ ഏകദേശം 2 കോടി ആളുകളോളം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം യുദ്ധങ്ങളെ തടയാനും അതുപോലെ ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലീഗ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടത്. പക്ഷെ അതിനുശേഷവും അന്ന് അതിൽ ശക്തമായിട്ടുള്ള രാഷ്ട്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ റഷ്യ, അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളൊന്നും അതിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ
കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, അതായത് 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ വീണ്ടും 1939 വീണ്ടും യുദ്ധം പുറപ്പെട്ടു, രണ്ടാം ലോക മഹായുദ്ധം, സെക്കൻഡ് വേൾഡ് വാർ. അത് 45 വരെ നീണ്ടു നിന്നപ്പോൾ അതിലും മാരകമായിരുന്നു. 8.5 കോടിയോളം ആളുകൾ, എന്ന് വെച്ചാൽ 7 കോടി മുതൽ 8.5 കോടി വരെ ആളുകളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടത്. അതിൽ പല സംഭവങ്ങളുണ്ട്. ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറിന്റെ ക്രൂരമായ കൊലപാതകങ്ങളിൽ പെട്ട ആളുകൾ അടക്കമുണ്ട്. അതായത് ഹോളോകോസ്റ്റ് എന്നറിയപ്പെടുന്ന നാസികൾ, നമുക്കറിയാം നാസി രാഷ്ട്രീയം, നാസി ഭരണകൂടം. അപ്പൊ നാസിസം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആര്യമേധാവിത്വം നിലനിർത്താൻ വേണ്ടി ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയൊക്കെ 10-60 ലക്ഷം ആളുകളെ അവിടെ ജർമ്മനിയിൽ കൊന്നൊടുക്കിയതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അതോടുകൂടിയിട്ടാണ് അമേരിക്ക ആറ്റം ബോംബ് ഉപയോഗിക്കുകയും ജപ്പാന് കീഴടങ്ങുകയൊക്കെ ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതൊന്നും ഈ അത്തരം വിഷയങ്ങളൊന്നും വിശദമായിട്ട് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഐക്യരാഷ്ട്ര സഭ എന്നതൊന്ന് നിലവിൽ വരുന്നത് 1945-ലാണ്. ആ 45 നിലവിൽ വന്നത് ആദ്യത്തെ ലീഗ് ഓഫ് നേഷൻസ് 1920 രൂപീകരിച്ച ലീഗ് ഓഫ് നേഷൻസ് പവർ ഇല്ല എന്ന രൂപത്തിലാണ് ഐക്യരാഷ്ട്ര സഭ രൂപപ്പെടുകയും അതിൽ ശക്തമായ രാഷ്ട്രങ്ങൾ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ P5-ലൊക്കെ പെട്ട രാജ്യങ്ങൾ, ചൈന, റഷ്യ, അമേരിക്ക, UK പോലുള്ള രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഐക്യരാഷ്ട്രം രൂപീകരിച്ചത്. അന്ന് അവർ 5 രാഷ്ട്രങ്ങൾ അന്നത്തെ ആ ഒരു വീറ്റോ പവർ അവർ കൈക്കലാക്കി. ആ 5 രാഷ്ട്രങ്ങൾ അന്ന് കൈക്കലാക്കിയ വീറ്റോ പവർ 1945 മുതൽ 2026 ഞാൻ ഈ സംസാരിക്കുന്ന ഏപ്രിൽ മാസം അവസാന ലാസ്റ്റ് വീക്ക് വരെയും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇവിടെ G4 രാഷ്ട്രങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിൽ ഇന്ന് വരെ ഒരു മാറ്റം വരുത്താൻ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും അത്തരത്തിലുള്ള ഒരു അമൈൻമെന്റിന് അവർ തയ്യാറെടുത്തിട്ടില്ല. ആ തയ്യാറെടുത്താൽ തന്നെ എത്രത്തോളം വിജയിക്കുമെന്നും പറയാൻ പറ്റില്ല. നിലവിലെ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പരിമിതികളെ കുറിച്ചും പരിധികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിയത്. അടുത്ത വീഡിയോയുമായിട്ട് കുറെ കൂടെ വിശദമായിട്ടുള്ള അടുത്ത വീഡിയോയുമായിട്ട് അതുമാതിരി തന്നെ വത്തിക്കാനെ കുറിച്ചും മറ്റൊക്കെ ചെയ്യേണ്ടതുണ്ട്. അവർ ജനീവ കരാറിനെ കുറിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.